സിക്സർ സിദ്ധു എന്ന നവജോത് സിംഗ് സിദ്ധു കൊലപാതകയായതിനു പിന്നിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അപഹാരകാലത്ത് ബാറ്റിങ്ങിന്റെ മനോഹാരിത കൊണ്ടും സിക്സറില്ലാത്ത മത്സരങ്ങളിൽ സിക്സറിന്റെ പെരുക്കം കൊണ്ടും പേരെടുത്തുയർന്നു വരുന്നൊരു ബാറ്റർ ഉണ്ടായിരുന്നു. നവജോത് സിംഗ് സിദ്ധു എന്നായിരുന്നു അയാളുടെ പേര്. 1987 ലോകകപ്പിൽ 4 അർദ്ധ സെഞ്ചുറികൾ നേടുകയും തുടർന്ന് നടന്ന ഏഷ്യ കപ്പിലും ക്രീസ് വിട്ടിറങ്ങി നിർഭയം സിക്സർ നേടിയ സർദാർജി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയം കീഴടക്കി മുന്നേറവെയാണ് തികച്ചും യാദൃച്ഛികമായി ഒരു കൊലപാതകയായി മാറുന്നത്. 1988 ഡിസംബറിലെ ഒരു തണുത്ത രാത്രിയിൽ ക്രിക്കറ്റിന്റെ തിരക്കിട്ട ഇടവേളയിലെ അവധി ആഘോഷിക്കാൻ പാട്യാലയിലെ സ്വന്തം വീട്ടിലെത്തിയതായിരുന്നു സിദ്ധു. ഏകദേശം രാത്രി 10 മണിയോടെ കാറെടുത്ത് പുറത്തുപോയ സിദ്ധു വഴിയരികിലെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി പുറത്തുപോയി തിരികെ വരുമ്പോൾ തന്റെ വാഹനത്തിന് കുറുകെ പാർക്ക് ചെയ്ത കാർ തന്റെ സമയം നഷ്ടപ്പെടുന്നതിൽ ബണ്ടി എന്ന 65-കാരൻ കോപാകുലനായി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞാൻ സിദ്ധുവാണ്, ഇന്ത്യൻ ക്രിക്കറ്റ് താരം. നിങ്ങൾ ആരായാൽ എനിക്കെന്താ? എൻ്റെ സമയവും നിങ്ങളുടെ സമയവും ഒരുപോലെയല്ലേ? ക്രിക്കറ്റിന്റെ സമയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വണ്ടി വിടാൻ ഒരുക്കമായിരുന്നില്ല. വഴക്കുമൂത്തു. സിദ്ധു സിക്സർ തൂക്കുന്ന ബലിഷ്ഠമായ കൈകൊണ്ട് അയാളുടെ മുഖത്തടിച്ചു. 1.5 സെക്കൻഡിന്റെ പ്രവേഗത്തിൽ അയാൾ ചേതനയേറ്റ് നിലത്ത് വീണു. താൻ ചെയ്ത പാതകത്തിന്റെ തീവ്രതയിലേക്ക് സിദ്ധു വളരെ വേഗമുണർന്നു. ആ സമയം കൊണ്ട് കൊലയാളി സിദ്ധുവിനെ പ്രാദേശിക പത്രക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസും കൊല്ലപ്പെട്ട ബണ്ടിയുടെ ബന്ധുക്കളും സംഗതി ഒതുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വരില്ല എന്നവർക്ക് ഉറപ്പുവരുത്തണമായിരുന്നു. പ്രാദേശികർ മുഖ്യധാരയിലേക്ക് പകർന്ന കൊലപാതക വാർത്തയപ്പോൾ സെൻസേഷണൽ കോളത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ താൻ പോലും പ്രതീക്ഷിക്കാത്ത നേരത്തൊരു അപരിചിതനെ കൊലപ്പെടുത്തിയ സിദ്ധു കൊലപാതകയായി മാറി. 34 കൊല്ലങ്ങൾക്ക് ശേഷം സിദ്ധുവിന്റെ തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ പകയിൽ അദ്ദേഹം ഈ കേസിൽ 8 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. രസികനും പ്രഭാഷിയും ആരെയും കീഴ്പ്പെടുത്തുന്ന വാക്ചാതുര്യമുള്ളവനുമായ സിദ്ധു തന്റെ രാഷ്ട്രീയ മേലങ്കികൾ അടിക്കടി മാറി പഞ്ചാബിന്റെ മാത്രമല്ല ഇന്ത്യയുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. പാക് മുൻ പ്രധാനമന്ത്രിയും മുൻ പാക് ടീം ക്യാപ്റ്റനുമായിരുന്ന ഇമ്രാൻഖാനുമായുള്ള തീവ്ര സൗഹൃദം സിദ്ധുവിന് തല്ലും തലോടലുമൊക്കെ നേടിക്കൊടുത്തെങ്കിലും കളിക്കളത്തിന്റെ പിന്നാമ്പുറത്തെ മെയ്ക്കിന് മുന്നിൽ നിന്ന് നയിക്കേണ്ട രാഷ്ട്രീയ ഗോതയിലും ഇപ്പോഴും അയാൾ വെള്ളി വെളിച്ചത്തിന്റെ മിന്നുന്ന താരമാണ്.